our channel. അപ്പോൾ ഇന്ന് ഢോക്ല റെസിപ്പി കഴിഞ്ഞിട്ട് അടുത്തൊരു ഫുഡ് റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അതൊരു ഗുജറാത്തി ഡിഷാണ്. അപ്പോൾ എന്താണ് ഗുജറാത്തി ഡിഷ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കരുതണ്ട, വളരെ സിമ്പിളും ഹെൽത്തി റെസിപ്പീസ് ആയിരിക്കും എല്ലാതും. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ എൻ്റെ ഉമ്മ എന്നും ഉണ്ടാക്കുന്നൊരു റൊട്ടിയാണിത്. ഇതിന് ശരിക്കും തേപ്ല എന്ന് പറയും. തേപ്ല ഒരു ഗുജറാത്തി ഡിഷാണ്, ഫ്ലാറ്റ് ബ്രെഡ് പോലെ. പക്ഷേ ഇതിൽ നമ്മൾ ഫ്രഷ് ഫെനുഗ്രിക് ലീവ്സ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഫ്രഷ് ഫെനുഗ്രിക് ലീവ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പേര് മേഥി തേപ്ല, പിന്നെ മേഥി റോട്ടി എന്നും പറയും. അപ്പം ഇത് സിമ്പിളാണ്, നമ്മൾ എന്തിൻ്റെയും കൂടി കഴിക്കുക. ബേസിക്കായിട്ട് ഇതിൽ തൈരാണ് നമ്മൾ യൂസ് ചെയ്യണത് കഴിക്കാൻ. അപ്പോൾ വളരെ സിമ്പിൾ ഡിപ്പാണ്, അതും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി റെസിപ്പി നോക്കിയാലോ. ഉമ്മയാണ് ഫുൾ പറഞ്ഞു തന്നത്, പക്ഷെ ഞാനത് ആക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നില്ല ഇതുവരെ, പക്ഷേ ഞാൻ ആക്കി നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ പേര് ചോദിക്കാറുണ്ട്, മച്ചാനെ ഇപ്പോൾ കാണാറില്ലല്ലോ, മച്ചാൻ ഇച്ചിരി ബിസിയാണ് വർക്കായിട്ട്. അപ്പോൾ മച്ചാൻ ഇപ്പോഴത്തെ നമ്മളെ അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കുറച്ച് ഫെനുഗ്രിക് ലീവ്സ്, അതായത് ഉലുവൻ്റെ ഇല നന്നായി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഉമ്മയാണ് കേട്ടോ ക്ലീൻ ചെയ്യണത് ഉമ്മൻ്റേതായ രീതിയിൽ. അപ്പോൾ ഇലയുടെ തണ്ട് കുറച്ചൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ വല്ലാതെ ആയത് ബോറായി തോന്നും. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരു കൊട്ടിയിലേക്ക് ഇനി ഇല ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് വല്യുള്ളി, അത് ഒന്ന് മതി. പിന്നെ കുറച്ച് മല്ലിയില, അത് ഒരു ബഞ്ച് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് ഒരു 3-4 പച്ചമുളക്, നിങ്ങൾ എരിവിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. നമ്മളൊരു 6 കപ്പ് വീറ്റ് ഫ്ലോറിന് ഒരു 4 പച്ചമുളക് എടുത്ത് അതും നന്നായി ഒന്ന് അരിഞ്ഞു വെക്കുക. പിന്നെ കുറച്ച് വേപ്പിനില, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനിയാണ് മസാലപ്പൊടികൾ, അത് നമ്മൾ വിശദീകരിച്ചിപ്പോൾ പറയും. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉലുവൻ്റെ ഇല ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലോ, അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി നമുക്ക് ഗോതമ്പ് പൊടി എടുക്കുക. ഞങ്ങളൊരു 6 കപ്പാണ് എടുത്തത്, കാരണം നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വേണ്ടി നമ്മൾ രാത്രി കാസറോളിലൊക്കെ ഇട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 6 കപ്പ് എടുത്ത്. അതിൻ്റെ പ്രോപ്പറുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി തരാം. അപ്പോൾ ഇനി അതിലേക്ക് ഒരു ഫുള്ള് വല്യുള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ മല്ലിയില, പച്ചമുളക്, പിന്നെ വേപ്പിനില, ഇതൊക്കെ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായി നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താലോ. ഇവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകപ്പൊടി കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്, കാരണം അതിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കും. പിന്നെ നമ്മുടെ കുറച്ച് വലിയ ജീരകം പൊടിക്കാത്ത സാധനം നമ്മുടെ ക്യൂമിൻ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് അയമോദകം, അതായത് ഗരം സീഡ്സ് ഒരു 1 ടീസ്പൂൺ വെച്ചിട്ടാണ് ആഡ് ചെയ്തത്. ഇനി അടുത്തതായി നമ്മുടെ വെളുത്ത എള്ള്, അതും 1 ടീസ്പൂൺ അല്ലെങ്കിൽ അതിലേറെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ അതൊന്ന് എടുത്ത് കാണുന്ന രീതിയിൽ ആഡ് ചെയ്യുക. ഇതിൻ്റെ തന്നെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റൊട്ടി സോഫ്റ്റ് ആക്കി എടുക്കുക. അതാണ് 1 കപ്പ് തൈര്. മെഷർമെൻറ്റ്സ് വെച്ച് എനിക്കൊരു 20-22 റൊട്ടി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. ഇനി അടുത്തതായി നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച ഉലുവൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം. ഇനി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലോ. എല്ലാ മസാലകളും പൊടിയിലേക്ക് നന്നായി ബൈൻഡായി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ 1 കപ്പ് തൈരും കൂടെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്രംബിൾ ചെയ്തിട്ട് കൊടുക്കുക. ആട്ടൊന്ന് തൈരിൻ്റെ കൂടെ ലംസ് ആയിട്ടുണ്ടാവും, അത് നന്നായിട്ടൊന്ന് ക്രംബിൾ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്തിരുന്നു. അത് ശരിക്കും അപ്പോൾ ക്യാമറ ഓഫായിപ്പോയി, അപ്പോൾ അത് ആഡ് ചെയ്യാൻ മറക്കരുതേ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോകുന്നത്. പച്ചവെള്ളം ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഒരു 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആദ്യം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴക്കുന്നത് പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കുക. അതിനനുസരിച്ചിട്ട് തന്നെ വെള്ളം കൂടി ആഡ് ചെയ്താൽ മതി.
ഈ റെസിപ്പിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമെന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കൂടി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ വേണം കുഴക്കാൻ, എന്നാലേ നമ്മളെ തേപ്പില നമ്മുടെ റൊട്ടി നന്നായി സോഫ്റ്റായി നമുക്ക് കിട്ടുക. ഇനി കുറച്ച് മൈദയും കടലമാവും ആഡ് ചെയ്യാറുണ്ട്. കടലമാവ് ഞാൻ ആഡ് ചെയ്തില്ല, അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ആഡ് ചെയ്ത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൺസിസ്റ്റൻസി സ്റ്റിക്കി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ആട്ടപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഓയിൽ കയ്യിലേക്ക് പുരട്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു ക്ലിങ് ഫിലിമോ എന്തെങ്കിലും വെച്ച് ഇത് ഒരു 10 to 20 മിനിറ്റ് മിനിമം കവർ ചെയ്ത് മാറ്റി വെക്കുക. ചെറിയൊരു സ്റ്റിക്കി പരുവത്തിലായിരിക്കും ഈ ഡോ. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്തിട്ട് വേണം കവർ ചെയ്ത് വെക്കാൻ. മിനിമം 20 മിനിറ്റാണ് വെക്കേണ്ടത്. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാവെടുത്തത്. ഇനിയാണ് ഇത് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഒന്ന് നമ്മൾ ആട്ടപ്പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. ആദ്യമൊക്കെ ഞാൻ മാവിൻ്റെ പരിവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പരത്താൻ നല്ല പണിയായിരിക്കും. പക്ഷേ ഇല്ല, നന്നായിട്ടൊന്ന് ആട്ടപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു 2-3 പറ്റം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്കും നല്ല ഒരു ഷേപ്പിൽ തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തി റൊട്ടീൻ്റെ കൺസിസ്റ്റൻസി. നാട്ടിൽ ചൂടുവെള്ളം ഇട്ട് കുഴച്ച് ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ പറ്റ തിന്നുമാക്കരുത്. ചെറുതായിട്ടൊന്ന് കട്ടിയിൽ വേണം പരത്താൻ, എന്നാലേ അതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുള്ളൂ. കാരണം അതിൽ ഇലയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു 4 ചപ്പാത്തിയാണ് പരത്തിയെടുത്ത്. ശരിക്കും ഇത്രയും മാവ് വെച്ചിട്ട് കറക്റ്റ് ഞാനൊരു 22 ചപ്പാത്തിയോളം പരത്തിയെടുത്ത്. കാരണം നമ്മൾ നൈറ്റ്ലി ഡിന്നർ ഫ്രണ്ട്സിൻ്റെ അവിടെ പോയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഡിന്നർ. അടുത്തതായി നമുക്കിതൊന്ന് ചുട്ടെടുത്താലോ. പാന് ചൂടാവാൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നല്ല നെയ്യ് വെച്ചിട്ടാണ് ഞാനിത് ചുട്ടെടുത്തത്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റും കൂടുക. അതായിരിക്കും ഇച്ചിരിയും കൂടി ബെറ്റർ എന്ന് തോന്നി. ഈ പാന് ചൂടായതിന് ശേഷം ഇതിൽ നന്നായി നല്ല നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തി ഒന്നിട്ട് നന്നായി 2 സൈഡും നമ്മൾ ചുട്ടെടുക്കുക. 2 സൈഡിലും വേണം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി, അത് തന്നെ ധാരാളം. നമ്മുടെ ഈ റൊട്ടി ഇച്ചിരി കൂടി തിക്കായതുകൊണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഇലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം 2 സൈഡും പെട്ടെന്ന് ചുട്ടെടുക്കുക. പിന്നെ വെറുതെ പറയല്ലോ കേട്ടോ, ചൂടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു വീട്ടിൽ. ആ ഇലൻ്റെ ഒരു സ്മെല്ലും പിന്നെ ചെറുതായിട്ട് അതിൽ കുറച്ച് മസാലപ്പൊടികളും ഉണ്ടല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു സ്മെല്ല് അടിപൊളിയായിരുന്നു. നിങ്ങൾക്കിനി വേണമെങ്കിൽ സോൾട്ടഡ് ബട്ടറോ അൺസോൾട്ടഡ് ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. പക്ഷെ നല്ല നെയ്യായിരിക്കും ഇച്ചിരിയും കൂടി ടേസ്റ്റ്. സോൾട്ടഡ് ബട്ടറും ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മുകളിൽ നിന്ന് വേണമെങ്കിൽ ചൂടോടെ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. ശരിക്കും ഈ ഒരു റൊട്ടി മക്കളെ വയറ്റിക്ക് എങ്ങനെയെങ്കിലും ഉലുവൻ്റെ ഇല ഫ്രഷ് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. നമ്മളെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ എന്നും ഉണ്ടാക്കിയിരുന്നു. അത് ജസ്റ്റ് നമ്മളെ സാധാ ചപ്പാത്തിൻ്റെ മാവിൽ ഇലയക്കാരം വലിയമ്മയ്ക്ക് ആഡ് ചെയ്യുക. പ്രോപ്പർ മെത്തി തേപ്ല. അങ്ങനെ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കാണുന്ന ഒരു ഡിപ്പ്, അതിൽ ഞാൻ ഇച്ചിരി തൈരിൽ കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ബ്ലാക്ക് സോൾട്ട്, അതേപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ഈ ഡിപ്പിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പറയണ ആവശ്യമില്ല, എന്നാലും പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീരെ കമൻറ്റ്സ് ഒന്നും ഇപ്പോൾ കാണാറില്ല, അതുകൊണ്ടാണ് പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വരാം. താങ്ക് യു, ബൈ.